ദേശീയ വിദ്യാഭ്യാസ സമ്മേളനം ജ്ഞാനസഭയോടനുബന്ധിച്ചുള്ള ദേശീയ ചിന്തൻ ബൈഠക്കിന് തുടക്കമായി. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചിന്തൻ ബൈഠക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ബൈഠക്കിനായി ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ആസ്ഥാനമായ പിറവം വെളിയനാട് ആദിശങ്കര നിലയത്തിലെത്തിയ ഡോക്ടർ മോഹൻ ഭാഗവതിനെ ചിന്മയ മിഷൻ കേരള സംയോജകൻ സ്വാമി വിവിക്താനന്ദയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ജ്ഞാനസഭയുടെ ആദ്യ 2 ദിവസങ്ങളായ ഇന്നും നാളെയുമാണ് ദേശീയ ചിന്തൻ ബൈഠക് വിദ്യാഭ്യാസ മേഖലയിലെ ഹ്രസ്വവും ദീർഘവുമായ കാലയളവിൽ ശിക്ഷാ സംസ്കൃതി വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സംഘടനാപരമായ പദ്ധതികളാണ് ചർച്ച ചെയ്യുന്നത്. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് മാർഗദർശനം നൽകി. ചിന്തൻ ബൈഠക്കിൽ പങ്കെടുക്കാനെത്തിയ ഡോക്ടർ മോഹൻ ഭാഗവതിനെ ആദിശങ്കര നിലയത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ചിന്മയ മിഷൻ കേരള സംയോജകൻ സ്വാമി വിവിക്താനന്ദ, ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ആചാര്യൻ സ്വാമി ശാരദാനന്ദ, ചിന്മയ മിഷൻ നോയിഡ ആചാര്യൻ സ്വാമി ചിത്സ്വരൂപാനന്ദ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. ശങ്കരാചാര്യർ ജനിച്ച മുറിയിൽ സർസംഘചാലക് ദീപാരാധനയും നടത്തി. ശങ്കരാചാര്യരുടെ ജീവചരിത്രം ആലേഖനം ചെയ്ത മ്യൂറൽ ചിത്രങ്ങളും വീക്ഷിച്ചു. ജ്ഞാനസഭയുടെ 3-4 ദിവസങ്ങളിലെ വിദ്യാഭ്യാസ സമ്മേളനങ്ങൾക്ക് 27-28 തീയതികളിൽ ഇടപ്പള്ളി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വേദിയാകും. ജൂലൈ 28-ന് വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തിൽ നടക്കുന്ന ഭാരതീയ ശിക്ഷാ സംവാദിൽ രാജ്യത്തെ 200ഓളം സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരും പങ്കെടുക്കും. ജനം, കൊച്ചി.